ഗലീലയിലെ കാനാവിൽ കല്യാണമുണ്ടായി, യോഹന്നാന്റെ കല്യാണം. യേശുവിൻ്റെ അമ്മയും യേശുവും ശിഷ്യന്മാരും ഒക്കെ കല്യാണ വീട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം, അത് വളരെ അസ്വസ്ഥതപ്പെട്ടൊരു സമയമായി. വീഞ്ഞ് തീർന്നു. പിന്നെ ഈ ആൾക്കാർ വരികയും ഒക്കെയായി. വീഞ്ഞ് തീർന്നു. അപ്പോൾ ശുശ്രൂഷക്കാരെ, എൻ്റെ ഭാഷ, കലവറയിൽ കമ്മിറ്റി കൂടി. കലവറയിലാണെന്നില്ല ഇതെടുത്ത് കൊടുക്കുന്ന കലവറ കമ്മിറ്റി കൂടിയോ പറഞ്ഞു വീഞ്ഞ് തീർന്നു. പിന്നെ ആൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞാണ്ട് പിന്നെയും വരുന്നെന്ന്. ചുരുക്കി പറഞ്ഞാൽ എന്തോ ചെയ്യും, നാണക്കേടാകാൻ പോവുക, ആകെ പ്രയാസമാകാൻ പോവുക. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട്. സ്തോത്രം, അമ്മ വന്നിട്ടുണ്ട്. കമ്മിറ്റി പെട്ടെന്ന് അടിയന്തര കമ്മിറ്റി കൂടി അമ്മയുടെ അടുക്ക വന്ന് പറഞ്ഞു, അമ്മാമ്മ ഇടയ്ക്കൊന്ന് നിൽക്കണം. അപ്പം അമ്മ ചോദിച്ചാൽ എന്തിനാ? അമ്മാമ്മ മോനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഇടയ്ക്കൊന്ന് നിൽക്കണം. അമ്മാമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഇടയ്ക്ക് നിന്നിട്ടില്ല. അല്ല, ഇന്ന് മുതൽ തുടങ്ങണം, ഇന്ന് മുതൽ ഇടയ്ക്കൊന്ന് നിൽക്കണം. അമ്മാമ്മ പറഞ്ഞു, ഞാൻ നിന്ന സക്സസ് ആകുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞില്ല, അമ്മാമ്മ നിന്നാലേ ഓക്കൂ. അങ്ങനെ മറിയത്തെ മധ്യസ്ഥതയോടെ ഇടയ്ക്ക് നിർത്തി. മറിയത്തോട് പറഞ്ഞു, മോനോട് പറയണം, യേശുവിനോട് പറയണം വീഞ്ഞ് തീർന്നെന്ന്. അങ്ങനെ നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, അമ്മ മകൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു വീഞ്ഞ് തീർന്നു. അപ്പൊ യേശു അമ്മയോട് ചോദിക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഈ വാക്യം വായിച്ചു നമ്മുടെ ആൾക്കാർ ചിലർ പറയും ഒരു ബന്ധവും ഇല്ലായിരുന്നെന്ന്. അല്ലല്ല, അമ്മ തന്നെയാ. അമ്മ എന്നുള്ള ബന്ധം എങ്ങനെയാ മാറുന്നേ? ഇത് കമ്പോളത്തിൽ കിട്ടുന്നതാണോ? പെറ്റതള്ള എന്നും പെറ്റതള്ളയാ. പെറ്റതള്ളയ്ക്ക് പകരം 100 തള്ളമാരെ നിർത്തിയ ഒക്കത്തുമില്ല. ഒക്കത്തില്ല. കാശ് കൊടുത്താൽ ചിലപ്പോൾ ആൾക്കാർ വരും, കാശ് കൂടുന്നതിനനുസരിച്ച് കാര്യം. പക്ഷേ പെറ്റതള്ളയ്ക്ക് പെറ്റതള്ള തന്നെ ഒക്കൂ. നൊന്തവനെ അന്തം വായുവോളെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്. മക്കൾക്കൊരു പ്രയാസം വന്നാൽ മാതാപിതാക്കൾക്ക് വേദനിക്കുന്ന പോലെ ലോകത്തിൽ ആർക്കും വേദനിക്കുകയല്ല. മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മക്കൾക്കും ദുഃഖം ഉണ്ടാകുന്നത് പോലെ വേറെ ആർക്കും അങ്ങനെ. എല്ലാവരും കരയും, മൂക്കുമൊക്കെ ചീറ്റും, എന്നാലും ദുഃഖം മറ്റവർക്കാ. അതങ്ങനെ, അതിൻ്റെ കിടപ്പങ്ങനെ. അമ്മയെന്നും അമ്മയാ, ഇല്ലേ? അമ്മ, അതിന് മാറ്റമൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ അമ്മ തന്നെ മറിയം. അപ്പൊ കർത്താവ് ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അമ്മയല്ലെന്നല്ല, നീ എൻ്റെ അമ്മ തന്നെ, ഞാൻ നിന്റെ മകനാ. പക്ഷെ നമുക്ക് തമ്മിൽ എന്തെന്ന് ചോദിക്കാൻ കാര്യം, ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്താ കാര്യം? അതിന് കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ. പണ്ട് ഒരു സമുദായത്തിൽ ഒരു മാന്യ സഹോദരൻ പറഞ്ഞു, യേശുക്രിസ്തു മുഹൂർത്തം നോക്കുമായിരുന്നു. അതാണ് എൻ്റെ നാഴിക വരാനും. കർത്താവ് മുഹൂർത്തം നോക്കി ആ കാര്യമൊക്കെ. യേശു മുഹൂർത്തം നോക്കിയൊന്നുമില്ല, നോക്കുകയും ചെയ്യരുത്. എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ആവശ്യക്കാർ വീട്ടുകാരാ, അവരെൻ്റെ അടുക്കൽ വരുന്നതായ എൻ്റെ നാഴിക. ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ ആര് യേശുവിൻ്റെ അടുക്കൽ വരും? ഇന്ന് രാത്രി അവിടുത്തെ നാഴികയാണ്. എനിക്ക് നിനക്കും തമ്മിൽ എന്താ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയം ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരമ്മ. എൻ്റെ ഭാഷയാണ്, അന്തസ്സുള്ള അമ്മ, അറിവുള്ള അമ്മ, മാന്യായ ഒരമ്മ, വിവരമുള്ള അമ്മ, വിവേകമുള്ള ഒരമ്മ. ഇതുപോലൊരമ്മ ഉണ്ടോയെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര എന്തോ വിവേകമാണ്. കാരണം എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഭാഷയാ. പിള്ളേർ പറയും പോലെ അമ്മ പതുക്കെ വിവേകമുള്ള അമ്മയാ, നൂട്ടറി പുറകോട്ട് മാറി. അല്ലാതെ പിന്നെ അവിടെ ഒരു കസേര ഇട്ട് ബേക്കുട്ടി ഞാനിവിടെ ഇരുന്ന് തന്നെ അങ്ങ് ചെയ്യാം എന്നല്ല, എന്നെ ഇവിടെ ഇരുത്തിയേര് അല്ലല്ല. അമ്മ അവിടെ നിന്ന് പതുക്കെ വലിഞ്ഞേച്ച് ശുശ്രൂഷക്കാരോട്, ശുശ്രൂഷക്കാർ അന്ത്രയോസും കീവർഗീസും ഞാനങ്ങ് പേരിടുക. സ്തോത്രം. ഉണ്ടല്ലോ, കീവറിച്ചനും അന്ത്രയോസും എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പറഞ്ഞു, കീവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കുകയല്ല. ഒരു കാര്യം ചെയ്യേ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളങ്ങത് ചെയ്തോ, ഞാൻ വേണേ സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കാം, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കുകയല്ല. എൻ്റെ ഭാഷ പറഞ്ഞ അന്നുകൊണ്ട് നിർത്തിയതായി മധ്യസ്ഥത.
ആയുസിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ചെന്നതാ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചീറ്റിപ്പോയി. അന്ന് അമ്മ നിർത്തി, ഇന്ന് വരെ പിന്നെ മധ്യസ്ഥതയ്ക്ക് അമ്മ, ആ നല്ല സ്ത്രീ, മാന്യ സ്ത്രീ, വിവരമുള്ള, വിവേകമുള്ള, അനുഗ്രഹിക്കപ്പെട്ട കൃപയുള്ള അമ്മ പിന്നെ പോയിട്ടില്ല. അത് ഉറപ്പിച്ചും തറപ്പിച്ചും പൗലോസ് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി തന്ന നസറയനാകുന്ന യേശു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ചിന്തയാ, സ്വർഗത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, അവിടെ കരച്ചിലൊന്നും ഇല്ല, ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ, ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അമ്മയാകാനാ സാധ്യത. അതെന്താ? ഇവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ചെല്ലുന്ന ആൾക്കാർ പറയും, അമ്മയുടെ നാമത്തില്ല താഴെ പലയിടത്തും വിടുതൽ നടക്കുന്നത്. അമ്മ പറയും, എൻ്റെ ചാക്കോച്ച, ഞാൻ ആകെ കൂടെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലെ കല്യാണത്തിന് മധ്യസ്ഥതയ്ക്ക് പോയത്, അത് വിജയിച്ചില്ല, ഞാൻ അന്ന് നിർത്തിയതാണ്, ഇന്ന് വരെ പിന്നെ ഞാൻ മധ്യസ്ഥതയ്ക്ക് നിന്നിട്ടില്ല. ഒരു കാര്യം പറയാം, ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, അതുപോലെ അത് മതി. യേശു ക്രിസ്തു ഒരു മധ്യസ്ഥനായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെ ആവശ്യമില്ല. യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാ, യേശു ക്രിസ്തു എല്ലാവരിലും ഉന്നതനാ. അവിടുന്ന് നമുക്കുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെയും ആവശ്യമില്ല. ദൈവത്തിന് മഹത്വം. ഒരേ ഒരു ദൈവം, സത്യദൈവം, ഒരേ ഒരു പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ, ഏക ദൈവം, ഏക മധ്യസ്ഥൻ, ഏക പരിശുദ്ധൻ, ഏക രക്ഷകൻ, ഏക രക്ഷിതാവ്, നസറയനാകുന്ന യേശു. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 1-2 പാഠങ്ങൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. യേശു ക്രിസ്തു ഇതുവരെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. കാരണം 2:11 വായിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമാണ്. അതിനു മുമ്പ് ഒരടയാളവും ചെയ്തിട്ടില്ല, അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അത്ഭുതമാ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ, വിവരിക്കണ്ട. അപ്പൊ ഇതുവരെയും ഒരത്ഭുതം ചെയ്യാത്ത ആളുടെ അടുക്കല ചെന്ന് പറഞ്ഞത് വീഞ്ഞു തീർന്നെന്ന അമ്മ. ഞാൻ ചോദിക്കട്ടെ, ആയുസിൽ ഒരത്ഭുതം ചെയ്യാത്ത ആളുടെയൊക്കെ നമ്മൾ പോവോ? ഇല്ല. ഇപ്പം എന്നെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഇന്ന് രാത്രി വിളിച്ചത്, കൊത്തയാന്നേലും പോതക്കേടാന്നേലും അരമണിക്കൂർ 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊരു ധാരണയുള്ളത് കൊണ്ടല്ലേ എന്നെ വിളിച്ചേ. അതെ, അതുകൊണ്ട് ഒരു ചെറിയ അറിവ്, എന്നെപ്പറ്റി ഒരു ചെറിയ ധാരണയുണ്ട്, അതുകൊണ്ടല്ലേ വിളിച്ചേ. ജോഡി അതെ അതെ. നമ്മളൊരാളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നെങ്കിൽ ആ പുള്ളി പ്രാർത്ഥിക്കുന്നയാളാ, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും എന്നൊരു വിശ്വാസവും അറിവുള്ളത് കൊണ്ടാണ് ചെല്ലുന്നത്. ഇതുവരെയും അത്ഭുതം ചെയ്യാത്ത ഒരുവന്റെ അടുക്ക ചെന്നാ പറഞ്ഞേക്കുന്നത് വീഞ്ഞു തീർന്നെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒറ്റവാക്കി പറയാം, യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ഈ അമ്മ നല്ല അമ്മയാ, അതാ ഞാൻ പറഞ്ഞ നല്ല അമ്മയാ, മാന്യ അമ്മ, വിവേകമുള്ള, അറിവുള്ള, അവൻ പരിജ്ഞാനമുള്ള നല്ല അമ്മയാ മറിയം, നല്ല സ്ത്രീയാ. ഈ അമ്മയ്ക്ക് അറിയാം യേശു ക്രിസ്തു ആരാണെന്ന്. അറിവുള്ളത് കൊണ്ട് പ്രശ്നം വന്നപ്പോൾ നേരെ യേശുവിൻ്റെ അടുക്ക ചെന്നത്. എന്തുവാ അറിവ്? ബാക്കി വന്ന് വായിച്ചേ, 2 ലൂക്കോസിന്റെ സുവിശേഷം 2:19, 2:51 ഒന്ന് വായിച്ചേ. 2:19, 2:51. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഭരിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ. ഇനി 51 വാക്യം കൂടെ 2. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്.
ലൂക്കോസിന്റെ സുവിശേഷം 2:19, 2:30 വായിക്കുന്നത്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഏത് വാർത്ത? യേശു ക്രിസ്തു ആരാണെന്ന് നല്ല ഉറപ്പ് അമ്മയ്ക്കുണ്ട്. ഈ വാർത്ത, ഒന്നാമത്തെ വാർത്ത എന്തുവായി സംഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതലൊന്ന് വായിച്ചേ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. പിന്നെ ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പിന്നെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. പിന്നെ അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുത്തു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ചേർത്ത് പഠിക്കുമ്പോൾ 2:11 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ യേശു എന്ന് പറഞ്ഞാൽ യേശു രക്ഷകൻ. സ്തോത്രം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, യേശു രക്ഷിതാവാ. അതുകൊണ്ട് ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 തിരുവെടുത്തൂടെ ചേർത്ത് വായിച്ചു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാര്യമെല്ലാം പറയുമ്പോൾ 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറത്തിൽ വന്ന് മറിയത്തോട് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ ഉരുവാകാൻ പോകുന്ന പുരുഷപ്രജയുണ്ടല്ലോ, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ നിന്റെ ഉദരത്തിൽ ഉരുവാകും. മത്തായി സുവിശേഷം പറയുക, ആ പുരുഷപ്രജ മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേരിടണം. യേശു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. ആരാ യേശു? ലോകരക്ഷകൻ. മാനവരാശിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. പാപികളാകുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത സർവജ്ഞനായ ദൈവം സ്വർഗ മഹിമകൾ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ പാപമില്ല. യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിൽ യാതൊരു അകൃത്യങ്ങളുമില്ല. പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ആ ക്രിസ്തുവിനെ പറ്റി മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരികയില്ല. പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ്. അവിടുത്തെ തിരുരക്തം സകല പാപങ്ങളും പോക്ക് നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ മറിയം യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള ഒന്നാമത്തെ കാര്യം, യേശു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് നമ്മൾ പറയുന്നത് യേശുവിനടുക്ക വരാൻ. ഒന്ന്, ആരാ ഏത് കാര്യം സംഗ്രഹിച്ചു? ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ വന്ന് പറഞ്ഞ കാര്യമാണ്, അവൻ മാനവജനതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു. 8 മുതൽ അങ്ങ് വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പിന്നെ അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. പിന്നെ ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഒന്ന്, യേശുക്രിസ്തു മാനവ ജനതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള
ഒരു മഹാസന്തോഷമാണ് ക്രിസ്തു. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ യേശു ആരാണെന്ന് നല്ലതുപോലെ അറിയണം. ഒന്ന്, യേശു പാപത്തെ മോചിക്കുന്നവനാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാപത്തിന് പരിഹാരം വരികയല്ല. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിനാലും അവിടുത്തെ തിരുരക്തത്താലും ആ പാപമോചനം. അതിന്ന് രാത്രി അനുഭവത്തിൽ പ്രാപിച്ചെടുത്ത് വേണം പോകാൻ. 2, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തു. മദ്യം സന്തോഷം തരത്തില്ല. അന്നേരം ഞാനിതുവരെ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുള്ള ചെല്ല് പറയുന്ന കുടിക്കുമ്പോൾ ഒരു പിമ്പിരിയാന്നാണ് പറയുന്നത്. വഴിക്ക് വീതിയുള്ളതായി തോന്നും. നമ്മുടെ വീടാണെന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറും. നമ്മുടെ വെമ്പളയാണെന്നും പറഞ്ഞ് മറ്റേ പുള്ളിക്കാരിയെ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ പോട് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ആയത് എനിക്കറിയത്തില്ല. പിന്നെ പക്ഷേ പോലീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതെന്നെ ഇടക്കാന്ന് എനിക്കിത് അങ്ങോട്ട് അത്ര കിട്ടിയിട്ടില്ല. പോലീസ് വരുന്നു, അന്നേരം പുള്ളി എന്നെ പമ്മും. ആട്ടെ, എന്തായാലും ഈ മദ്യം നിനക്ക് നിത്യസന്തോഷം തരികയില്ല. നിന്നെ നശിപ്പിക്കും, നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കും. ആർക്ക് കലകം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി. പിന്നെ വീഞ്ഞു കുടിച്ച് പറ ആടാ, അത് ചുവന്ന പാത്രത്തിൽ ഇരിക്കുന്നത് പോലെ നീ കാണരുതെന്ന്. ഒടുവിൽ അണലി പോലെ സർപ്പം പോലെ നിൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകും. നിൻ്റെ കുടുംബത്തിൽ അരാജകത്വമുണ്ടാകും. മദ്യപാനം വിപത്ത. മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, നിന്നെ നശിപ്പിക്കും, നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കും. ലഹരി പദാർത്ഥം നിനക്ക് സന്തോഷം തരത്തില്ല. ചിലർക്കുന്ന കാശ് കണ്ടമാനം വരുമ്പോൾ സന്തോഷം. കാശുള്ളവർക്കെല്ലാം വെപ്രാളമാണ്. അതെ, വെപ്രാളമാണ്. എല്ലാവർക്കും വെപ്രാള. കാശ് കണ്ടമാനം കൂടുന്ന സ്വസ്ഥമാണ്, അസ്വസ്ഥതയാണ്. കാശുള്ളവരോട് ചോദിച്ചേ ഇതേത് ബാങ്കിൽ കൊണ്ടിടും, ബാങ്കിൽ പൊട്ടുവോ എന്നും പ്രശ്നമാണ്. പേപ്പർ എടുത്താൽ ഉടനെ നോക്കും. കൂടെ പാസ്ബുക്കും ATM കാർഡ് കുത്തി നോക്കും എപ്പോഴും ഉണ്ടോ എന്ന്. വെപ്രാളമാണ്. കാശുള്ളത് സന്തോഷമല്ല, എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുക. തന്നെയല്ല കണ്ടമാനം കാശാന്നേ വൈരാഗ്യവും കൂടും ആൾക്കാർക്ക്. ഇങ്ങനെയൊക്കെയാണ്. പൈസ കൂടുന്നത് സുഖകരമല്ല, അസ്വസ്ഥതയുണ്ടാക്കും. ധനം നിനക്ക് സന്തോഷം തരത്തില്ല. സൗന്ദര്യം അതിലും പ്രശംസിക്കരുത്. കായബലം അതിലും പ്രശംസിക്കരുത്. നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. നിത്യസന്തോഷമാ ക്രിസ്തു. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി ആ ക്രിസ്തു ആരാണെന്ന് നല്ല അറിവുണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ അടുക്ക വരും. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ മറിയ യേശുവിൻ്റെ അടുക്ക വരാനുള്ളതിൻ്റെ കാരണം അവൻ ആരാണെന്ന് നല്ല അറിവുണ്ട്. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുമൊക്കെയാണ് സംഗ്രഹിച്ചത്? 1, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓടിച്ച് പറയാം. 2, ഈ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താൻ. സമയം എന്തുവായി? 9:10. നമുക്ക് എപ്പോഴാണ് നിർത്തണ്ടേ? 9:30. സമയം പറഞ്ഞേക്കണേ. അപ്പോൾ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, വിദ്വാൻമാർ പറഞ്ഞു വന്ന കാര്യവും മറിയ സംഗ്രഹിച്ചു. വായിച്ചേ, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യമാണ് വായിക്കേണ്ടത്. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അപ്പൊ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ മറിയം യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ പ്രശ്നം പറയാൻ കാര്യം യേശു ആരാണെന്ന് നല്ല ഉറപ്പുണ്ട്. ലൂക്കോസ് 2:19-51 വായിച്ചത് മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് കാര്യമാണ് സംഗ്രഹിച്ചത്? 1, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തോ പറഞ്ഞു? ഈ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന കുഞ്ഞ് മാനവജാതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ വന്ന് പറഞ്ഞു സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ ഈ കിടക്കുന്ന കൊച്ച്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാർ കിടക്കിന്ന് വന്നു. അവർ വന്ന് പറഞ്ഞ കാര്യവും മറിയ അവരെന്തുവൊക്കെയാണ് പറഞ്ഞത്? അത് എല്ലാം ഒന്നും വിവരിക്കാൻ നേരമില്ലെങ്കിൽ അവർ രാജാവിനോടും ചെന്ന് പറഞ്ഞത് ഈ ആ ജനിച്ച കൊച്ചുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവാണ്. 2:2
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ കണ്ടോ? അതാ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട്. ഒന്ന്, അവൻ യഹൂദന്മാരുടെ രാജാവാ. ഇത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാണും. രണ്ട്, ഈ വിദ്വാൻമാര് യേശുവിനെ ആരാധിക്കാൻ വന്നതാ. ആ രണ്ടിന്റെ രണ്ടൊന്നുകൂടെ വായിച്ചേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശുവാരാ? അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാ. ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളെ പോലല്ല, അവൻ രാജാവായി പിറന്നവനാ. യേശുക്രിസ്തുവിന്റെ ജനനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ജനിച്ചപ്പോഴേ രാജാവായി പിറന്നവനാ. ജനിച്ചപ്പോഴേ പുരോഹിതനായിരുന്നു. സ്തോത്രം. ജനിച്ചപ്പോഴേ പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണല്ലോ പൊന്നും മൂരും കുന്തിരിക്കം കൊണ്ട് കാഴ്ചവെച്ചത്. ഇതുപോലൊരു ജനനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? പലരും ജനിച്ചു കഴിഞ്ഞ് അടിപിടിയും കേസും വഴക്കും കത്തിക്കുത്തും വെട്ടും കൊലപാതകം ഉണ്ടാക്കിയ ഒരു രാജാവായിട്ട് അതും അധികം നാൾ ഇരുന്നില്ല. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ജനിച്ചപ്പോഴേ രാജാവാ, ജനിച്ചപ്പോഴേ പുരോഹിതനാ, ജനിച്ചപ്പോഴേ പ്രവാചകനാ. അവിടുത്തെ വിശേഷത ഈ വിദ്വാൻമാർ വന്ന് പറയുക, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അല്ല, ആരാധിച്ചല്ലോ 7 വട്ടം വാക്യം വായിച്ചേ. ആരാധിച്ചല്ലോ 7 വട്ടം വാക്യം. എന്നാറേ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാൻ ചെന്ന് അവനെ നമസ്കരിക്കാം. പുള്ളിക്ക് വന്ന ആരാധനയ്ക്ക് ഇപ്പൊ താല്പര്യമായി. ഇത് ആരാധനയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, സൂത്രബുദ്ധിയാ. എന്നാൽ ആട്ടിടയ്ക്ക് ഈ വിദ്വാൻമാര് വന്ന് പൊന്നും മൂരും കുന്തിരക്കവും വെച്ച് കാഴ്ച വെച്ച് അമ്മയോടുകൂടെ ശിശുവിനെ കണ്ടു വണങ്ങി അവനെ നമസ്കരിച്ചു. യേശു ആരാ? ആരാധനയ്ക്ക് യോഗ്യൻ. യേശു ക്രിസ്തുവാണ് ആരാധന. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുതെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആരാണ് ആരാധിക്കേണ്ടത്? ഉമ്മാ പോകുന്നവരെല്ലാം കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. എബ്രായലേഖനം 9:1 ആരാധനയ്ക്കുള്ള ചട്ടമെന്ന നിയമമുണ്ട്. ഒരു ഉദാഹരണം പറയും. എല്ലാവരുടെയും ആരാധന ദൈവം പ്രസാദിക്കുകയല്ല. പിന്നെ എപ്പോൾ ആരുടെ ആരാധനയാ? നിങ്ങൾ ശ്രദ്ധിച്ച്, മിസ്രൈമിൽ 430 വർഷം അടിമകളായി പാർത്തു. ആരാധിച്ചെന്ന് വാക്യമില്ല, ചാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്. ഉണ്ട്. കഴിച്ചതിൻ്റെ ലിസ്റ്റും അവർ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചീറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നുമില്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ മിസ്രൈമിൽ 430 വർഷം അടിമകളായി ആരാധിച്ചതായിട്ട് വാക്യമില്ല. ഇല്ല. ആരാധിച്ചത് പിന്നെ എപ്പോഴാണ്? കുഞ്ഞാടിന് നേരത്തെ ചോരത്തളി ആചരിച്ചു, രക്ഷിക്കപ്പെട്ടു. ചെങ്കടൽ കടന്നു, സ്നാനപ്പെട്ടു. മറകര കയറിയപ്പോഴാണ് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. മിസ്രൈമിൽ ആരാധിച്ചതായിട്ട് വാക്യമില്ല, ചാപ്പാട് കഴിച്ചുന്നുണ്ട്. പിന്നെ ആരാധന ശരിക്കും നടന്നത് മിസ്രൈം വിട്ട് കഴിഞ്ഞപ്പോഴാണ്. മിസ്രൈം വിട്ട് അക്കരെ ചെന്നപ്പോൾ ആരാധന. ഈ മിസ്രൈം വിടുന്ന എപ്പോഴാണെന്നറിയാവോ? സ്നാനപ്പെട്ട് കഴിയുമ്പം. അതെ, രക്ഷിക്കപ്പെട്ടാലൊന്നും മിസ്രൈം പൂർണ്ണമായിട്ട് വിടുകയല്ല. കുഞ്ഞാടിനടുത്ത് ചോരത്തളി ആചരിക്കുന്നത് രക്ഷയാണ്. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. ചെങ്കടലിൽ സ്നാനമാണ്. രക്ഷിക്കപ്പെട്ടിട്ട് ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിന്നാലൊന്നും മിസ്രൈം പൂർണ്ണമായിട്ട് കാണാം. ചെങ്കടലിൻ്റെ അരികുമെല്ലാം മിസ്രൈമിൻ്റെ പ്രദേശങ്ങളാണ്. മിസ്രൈം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചെങ്കടൽ കിടന്ന് അക്കരെ കയറണം. അത് വേറൊരു രാജ്യമാണ്. അന്നേരം ആ മിസ്രൈം പൂർണ്ണമായിട്ട് വിടുന്നത്. അവിടെ ചെന്ന് ആരാധിക്കേണ്ടത്. ശരിയായ ആരാധന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആരാധനയാണ് ശരിയായ ആരാധന. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുതെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവന് ആരാധനയ്ക്ക് യോഗ്യനാ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ എല്ലാവരുടെയും തലവനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ
ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു, ആട്ടടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു, വിദ്വാൻമാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ സംഗ്രഹിച്ചു. മാത്രമല്ല 8-ാം നാളിൽ ദൈവാലയത്തിൽ ശുദ്ധീകരണം മോശയുടെ പ്രമാണമനുസരിച്ച് ശുദ്ധീകരണത്തിന് കൊണ്ടുപോയപ്പോൾ അവിടെ ശിമിയോൻ എന്ന് പറയുന്ന ഒരു വന്ധ്യനായ വയോധികനായ മനുഷ്യൻ അവൻ ഓടി വന്ന് വിസ്തരിക്കേണ്ട. നിങ്ങൾക്കറിയാം, യേശു കർത്താവിന് കൈകളി വാങ്ങി പറയുക, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലേ. കൊച്ചിനെ എടുത്തേച്ച് പറയാ, ഇതാണ് രക്ഷ, ഇതാണ് രക്ഷകൻ, ഇതാണ് രക്ഷിതാവ്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അനേക പുരോഹിതന്മാർ അവിടെ നിന്ന് യാഗം കഴിക്കുന്നുണ്ട്. ആടിനെയും കാളയൊക്കെ തൊലിയുരിച്ച് കണ്ടിച്ച് കത്തിക്കുന്നുണ്ട്. അതെല്ലാം നെഴല. സ്തോത്രം. എന്നാൽ സാക്ഷാൽ പൊരുളായ യാഗമായവൻ ആ ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. യോസേപ്പിൻ്റെയും മറിയയുടെയും കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് പൊരുളായ യാഗമാ. ഒരൊറ്റ പുരോഹിതന്മാർ പോലും ഈ പൊരുളായ സാക്ഷാൽ യാഗമായവനെ കണ്ടില്ല. അവരെല്ലാം നിഴലായ യാഗങ്ങൾ ഇങ്ങനെ കണ്ടിക്കുകയും അറക്കുകയും കത്തിക്കുകയും ചെയ്യുക. എന്നാൽ ആത്മനിയോഗം പ്രാപിച്ച് ശിമിയോൻ വന്ന് ആ നിഴലല്ല കണ്ടത്, പൊരുളായ യാഗമായ ദൈവത്തിൻ്റെ ഏകജാതനാകുന്ന പരമയാകുന്ന യേശുവിനെ കണ്ടേച്ച് പറയുക, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. മാത്രമല്ല, ആ സന്ദർഭത്തിൽ ദൈവാലയം വിട്ടുപിരിയാത്തൊരു പ്രായമുള്ള അമ്മയുണ്ട്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകൾ ഹന്ന എന്ന പ്രവാചകൻ. ഈ വന്ധിയായ മാതാവും വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതെല്ലാം സംഗ്രഹിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ വരുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ, സകല വിഷയങ്ങൾക്കും നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നീ വന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ആരാ യേശു? പാപങ്ങളെ മോചിക്കുന്നവൻ. ആരാ യേശു? നിനക്ക് സമാധാനം തരുന്നവൻ. ആരാ യേശു? നിനക്ക് നിത്യ സന്തോഷം തരുവാൻ കഴിവുള്ളവൻ. ആരാ യേശു? ആരാധനയ്ക്ക് യോഗ്യൻ. ആരാ യേശു ക്രിസ്തു? സർവ്വജനത്തിനുമുള്ള രക്ഷ. ഇന്ന് രാത്രി രക്ഷിതാവാകുന്ന സന്തോഷം തരുന്ന യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഒരു വസ്തുവും കൊണ്ട് കൊടുക്കണ്ട. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്ക്. യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ക്ഷമിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷിതാവ്. ദൈവത്തിന് വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ദൈവത്തിന് ഭൂമിയൊന്നും കൊടുക്കണ്ട. 5 സെന്റ് സ്ഥലം ദൈവത്തിന് കൊടുത്തത്. ദൈവം എന്ന് പറഞ്ഞാൽ പാട്ടപ്പറമ്പിൽ കിടക്കുകയല്ലേ. നിന്റെ വസ്തു ഒന്നും ദൈവത്തിന് വേണ്ട. നിന്റെ വസ്തു ദൈവത്തിന് വേണ്ട. നിന്റെ ഓത്രകാഴ്ചയും ദൈവത്തിന് വേണ്ട. ഇവിടെ പിന്നെ സ്വോത്രകാഴ്ച എടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നടത്താനാ. അത് ദൈവത്തിന് ഗതികേടുണ്ടായിട്ടല്ല, പുള്ളിക്കൊരൽപ്പം ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ടാണ്. അല്ല, ദൈവത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അതിനിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ഇത്രയും പറഞ്ഞാൽ നമുക്ക് പോയേക്കാം. അതല്ല, ഉണ്ടല്ലോ അതിനൊക്കെ. ദൈവനാമത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. ദൈവത്തിന് ആരുടെയും പൈസ വേണ്ട, വസ്തുവും വേണ്ട, നിൻ്റെ പെടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട, നിൻ്റെ ഏത്തക്കൊലയും വേണ്ട, പാളയന്തോടം കൊലയും വേണ്ട, നിൻ്റെ അരിയുണ്ടയും വേണ്ട, എള്ളുണ്ടയും വേണ്ട, നിൻ്റെ അരിയും വേണ്ട, അവലും വേണ്ട, മലരും വേണ്ട, പൊരിയും വേണ്ട, ഒന്നും വേണ്ട. നിൻ്റെ ആടിനെയും വേണ്ട, കാളയും വേണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നിൻ്റെ വസ്തുവും ദൈവത്തിന് വേണ്ട, നിൻ്റെ കമ്മലും മാലയും ഒന്നും ദൈവത്തിന് വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ഇത് ദൈവം എന്നെ ഗതികേട് പിടിച്ച് കിടക്കുകയാണോ? സ്തോത്രം. അയ്യോ, പ്രവാചകൻ ചോദിച്ചാൽ എന്തോന്നും കൊണ്ട് വരുമെന്നാ. എന്തോന്നും കൊണ്ടാ വരുന്നത്? ഒന്നും കൊണ്ട് ചെല്ലണ്ട, നീ ഇഞ്ഞ് വന്നാ മതി. വായിച്ചേ മീഖ 6:6. മീഖ 6:6. ദൈവത്തിനിടയ്ക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട. വായിച്ചു. എന്തോന്ന് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അയ്യോ, ദൈവത്തിനിടയ്ക്ക് വന്ന് എന്തോ കൊണ്ടുവരാനാ? എടാ, ഇത് മുഴുവൻ ദൈവത്തിൻ്റെയാ. ദൈവം മേളിൽ നിന്ന് ചിരിക്കുക, ദൈവമേ വിട്ടി വരുന്നത് ഇതെല്ലാം എൻ്റെതാ. അന്നേരം എൻ്റെ സാധനം എടുത്തേച്ച് അവനെ ആ വരവൊക്കെ ഒന്ന് കാണണം. കൊടുത്തേച്ചുള്ള വരവും തിരിച്ചുള്ള പോക്കും ആ സ്വോത്രകാഴ്ച എല്ലാവരും കാണിക്കുമെന്ന് എടുത്ത് ദൈവം ഇരുന്ന് ചിരിക്കുക. ദൈവമേ, വിഡ്ഢി കാണിക്കുന്ന വിഡ്ഢിത്തരമല്ല, ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്.
ആയിരം കാട്ടുജന്തുക്കളെ സൃഷ്ടിച്ചവനാ ദൈവം. കാട്ടാട് കിടന്ന് കശകശ മൂന്നാറിലോട്ട് ചെന്ന കാട്ടാട് ആടിൻ്റെ അയ്യരുകളിയാ. എന്ത് വേണം മൃഗങ്ങളാ കാട്ടില്. അന്നേരം നമ്മളൊരു പെണ്ണാടുമായിട്ട് ചെല്ലുക. ഇതാര് ദൈവത്തിന്. കാട് കോടിക്കണക്കിന് മൃഗങ്ങളാ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന് മൃഗമൊന്നും വേണ്ട. പറവജാതിയും ദൈവത്തിന് വേണ്ട. പറക്കട്ടെന്ന് പറഞ്ഞപ്പം പിടിപിടിപിടാന്നെല്ലാം പറന്നത്. ദൈവത്തിന് ഇതൊന്നും വേണ്ട. നിന്റെ ഭൂമിയും വേണ്ട, പൈസയും വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. നീ ഒന്നും കൊണ്ടുവരണ്ട. മതങ്ങൾ പലതും പഠിപ്പിക്കുന്ന ഒത്തിരി സാധനം കൊണ്ടുവരാനാ. എന്നാൽ യേശു പഠിപ്പിച്ചത് ഒന്നും കൊണ്ടുവരണ്ട, നീ ഇഞ്ഞു വന്നാൽ മതി. വെറും കൈയായിട്ട് ഇഞ്ഞു വന്നാൽ മതി. പക്ഷെ വരുമ്പോൾ പറഞ്ഞ കർത്താവ് എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, എന്നാൽ എന്നെ അങ്ങ് തരിക മതി, നീ രക്ഷപ്പെട്ടു. മതങ്ങൾ പഠിപ്പിക്കുന്നതും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇന്ന സാധനമൊക്കെ കൊണ്ടുവാന്നാ. എന്നിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല പലർക്കും. പക്ഷേ യേശു പഠിപ്പിച്ചത് ഒന്നും കൊണ്ടുവരണ്ട. വേണ്ട, എൻ്റെ മെഴുകുതിരിയും വേണ്ട, അതിൻ്റെ കാലും വേണ്ട, കട്ടിലും വേണ്ട, സ്റ്റൂളും വേണ്ട, ബെഞ്ചും വേണ്ട, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. നീ വെറും കൈയായിട്ട് ഇനി വന്നാൽ മതി. പക്ഷെ വരുമ്പോൾ ഇങ്ങനെ പറയണം, തുറന്ന് പറയണം. കർത്താവിനെല്ലാം അറിയാം, എന്നാലും നിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഇഷ്ടമാണ്. കർത്താവ് ഒന്നും തരാനില്ല, എന്നെ അങ്ങ് തരിക. ഇന്ന് രാത്രി എന്നെ തരിക. അങ്ങനെ ആര് സമർപ്പിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ശരണം എൻ കർത്താവേ, കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ഇന്ന് രാത്രി നീ പൂർണ്ണമായി സമർപ്പിക്ക്, യേശു നിന്നെ രക്ഷിക്കും. യേശു രക്ഷിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് യേശു ആരാണെന്ന് വിശ്വസിച്ച് അടുത്ത് എന്ന കാര്യം പറഞ്ഞപ്പോൾ ആ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി തീർത്തു. ഇന്ന് രാത്രി അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചെയ്യേണ്ട കാര്യം അവിടുത്തെ വിശ്വസിക്കണം. അവിടുന്ന് രക്ഷകനാ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ, അവിടുന്ന് രക്ഷിതാവാ, അവിടുന്ന് സന്തോഷം നൽകുന്നവനാ, അവിടുന്ന് സകലത്തിനും പരിഹാരം തരുന്നവനാ. ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. ഒരു വാക്യവും കൂടെ വായിച്ച് അങ്ങ് നിർത്താം. എനിക്ക് 9:30 ആയല്ലയോ? വായിച്ച് അങ്ങ് നിർത്താം, അതായിരിക്കും നല്ലത്. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 5:15. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. മതി, അറിയാമല്ലോ സംഭവം. യേശു ക്രിസ്തുവിന്റെ അത്ഭുതമാ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. ഈ ഭൂതമുള്ളവൻ്റെയും ഭൂതമില്ലാത്തവൻ്റെയും സ്വഭാവവും രീതിയും കാണുമ്പോൾ അറിയാം. നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ ഓർക്കും നമുക്ക് ഭൂതം ഉറക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് നോക്കണം ആർക്കൊക്കെ ഭൂതം ഉണ്ടെന്ന്. പുള്ളിക്കും ഭൂതമായിരിക്കും. അങ്ങനെയൊന്നും ആവശ്യമില്ല. വേദപുസ്തകം വെച്ച് നോക്കിയാൽ മതി, അറിയാം ഭൂതം ഉള്ളത് ആർക്കാ ഭൂതം. ഭൂതം പോയപ്പോൾ പുള്ളി വസ്ത്രം ധരിച്ചെന്ന അങ്ങനെ
അപ്പം ഭൂതമില്ല, ഭൂതം ഉള്ളപ്പോഴോ ഭൂതം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത് നേരും ചൊവ്വയിലും തുണി കൊടുക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം ഭൂതം ഉണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ? യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ പറ, ഭൂതമാണ്. അത്രയോ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. യോഗ്യമായിട്ടും മാന്യമായിട്ടും ഒക്കെ വസ്ത്രം ധരിക്കുമ്പോൾ ഓർത്തോണം ഭൂതം പോയ ആളാണ്. കാരണം ഭൂതം വിട്ടുപോയപ്പോൾ ഇവന് സുബോധമുണ്ടായി, വസ്ത്രം ധരിച്ചു, യേശുവിൻ്റെ അടുക്കലിരിക്കുക. പശ്ചാത്തല ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. അക്കരയ്ക്ക് പോകാൻ യേശു താല്പര്യപ്പെട്ടു. എന്തിനാണെന്ന് ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. യേശുവിനറിയാം. വള്ളത്തെ കയറി അക്കരയ്ക്ക് പോകുക. അക്കരയ്ക്ക് പോയ സമയത്ത് ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ്, തിരമാലകൾ ഉയർന്നു, പടക് ആടികുലഞ്ഞു, മുക്കുമാറായി. ഈ കാറ്റടിപ്പിച്ചത് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ വന്ന കാറ്റല്ല, കാലാവസ്ഥ മാറിയതിൻ്റെ വന്ന കാറ്റല്ല, ഇത് പിശാചടിപ്പിച്ച കാറ്റാണ്. എന്തിനെന്ന് ചോദിച്ചാൽ പിശാചിന് മനസ്സിലായി ഈ പടകും ശിഷ്യന്മാരും യേശുവും അക്കരെ ചെന്നാൽ, അവിടെ ചെന്നാൽ ഈ ഭൂതം പിടിച്ചവന് വിടുതൽ പ്രാപിക്കും. അത് വരാതിരിക്കാൻ, യേശു ഇക്കരെ വരാതിരിക്കാനായി കാറ്റടിപ്പിച്ചത്. ഇനി കർത്താവിൻ്റെ ഒരു സ്നേഹത്തെ പറ്റി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. ഈ നിങ്ങൾ സംഖ്യാപുസ്തകം യേശു പറഞ്ഞു അക്കരയ്ക്ക് പോകാമെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പണ്ട് ഇവരുടെ പിതാക്കന്മാരെല്ലാം ഇക്കരെ വരാഞ്ഞവരാ. നിങ്ങൾ സംഖ്യാപുസ്തകം വായിക്കേണ്ട 32 പഠിക്കുമ്പോൾ ഇവരുടെ പിതാക്കന്മാരൊരിക്കൽ വന്ന് മോശയോട് പറഞ്ഞു, അച്ചായ ദയവ് ചെയ്ത് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. മോശ ചോദിച്ചു, എന്നാ? ഞങ്ങൾക്ക് ആടുമാടുകളും കന്നുകാലികളും ഇഷ്ടം പോലെ ഉണ്ട്, അതിന് ഇവിടെ ആണെങ്കിൽ നല്ല പോച്ച ഇഷ്ടം പോലെ ഉണ്ട്, പുല്ലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. മോശ പറഞ്ഞു, നമ്മളെല്ലാവരും അക്കരയ്ക്ക് പോകണമെന്നും പറഞ്ഞാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത്. അതൊക്കെ ശരിയാ, പക്ഷേ ഞങ്ങളുടെ സാഹചര്യവും കൂടെ നോക്കണം. ഇപ്പം കന്നാലിയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല, ഇക്കരെ. പിന്നെ ഒരു സഭയിലൊരു ഉടക്കുണ്ടാക്കേണ്ടെന്ന് ഉള്ളത് കൊണ്ട് മോശ പറഞ്ഞ് അന്ന് ഇക്കരെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ രൂപേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രം 2.5 ഗോത്രക്കാർ ഇക്കരെ പാർത്തു. ആടിനെ തീറ്റാന്നൊക്കെ പറഞ്ഞാൽ ഇവർ താമസിച്ചത്. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ആടും എല്ലാം ചത്ത്, ആടും പോയി, പോച്ചയും പോയി. ഒടുവിൽ പന്നിവളത്തായി. പന്നിവളത്ത് പന്നിക്ക് യാതൊരു ബോധമുള്ളതല്ല. ആ പന്നിയിലോട്ട് ഭൂതവും കൂടെ കയറി. ആടുതീറ്റ തുടങ്ങിയതാ, ഒടുവിൽ പന്നിവളത്തിൽ കലാശിച്ചു. ഇവരാരും അക്കരെ പോയില്ല. പക്ഷെ യേശുവിൻ്റെ സ്നേഹം, സന്ധ്യ ആയപ്പോൾ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ, നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച യേശു, നാം അങ്ങോട്ട് ചെല്ലാതിരുന്നിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന യേശു. യേശുവിൻ്റെ വിശേഷത എങ്ങനെ? യേശുവിനെ തപ്പി എങ്ങോട്ടും പോകണ്ട, നിന്റെ അടുക്കൽ യേശു വരും. നീ ദൈവത്തെ തപ്പി, ദൈവത്തെ അന്വേഷിച്ച് കിഴക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടണ്ട, നീ ഇരിക്കുന്ന ഇടത്ത് വരുന്നവനാ ദൈവം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അക്കരയ്ക്ക് പോകാം. അക്കരെ ഭൂതം പിടിച്ചൊരു മനുഷ്യൻ, അവന് വിടുതൽ കൊടുക്കാൻ യേശു പോകുകയാണ്. അവൻ നാളുകളായിട്ട് കല്ലറയിലും പാറയുടെ പിളർപ്പിലുമൊക്കെയാണ് താമസിക്കുന്നത്. ആർക്കും അവനെ അടക്കാനൊക്കുന്നില്ല. ഇവൻ തന്നെത്താൻ ചതച്ചും ഇടിച്ചും ജീവിക്കുക. എന്നാൽ യേശു അവൻ്റെ അടുക്ക ചെന്നു, അവനെ ബാധിച്ചിരുന്ന ഭൂതത്തെ ശാസിച്ചു. ഭൂതം അവനെ വിട്ടുപോയി. അവൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടുവരുന്നു. യേശുവിൻ്റെ അത്ഭുതമാണ്. ഇന്ന് രാത്രി നീ വിടുതൽ പ്രാപിക്കാതിരിക്കാൻ കാറ്റും കൊടുങ്കാറ്റുമൊക്കെ പിശാചടിപ്പിക്കും. പക്ഷേ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കി നിനക്ക് പൂർണ്ണ വിടുതൽ തരുവാൻ കഴിവുള്ളവനാ നസറയനാകുന്ന യേശു. അവിടെ അത്ഭുത മന്ത്രിയാണ്. സമയം പോയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. ഒന്ന് സമർപ്പിക്ക്, യേശുവിനായി സമർപ്പിക്കുക. കർത്താവേ, ഇന്ന് രാത്രി എന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനയാകുന്ന സ്നാനം അനുഷ്ഠിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് തിരുമേശകെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് വേർപാട് പാലിച്ച് ആമേൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ താല്പര്യമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിയത്, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇന്ന് രാത്രി യേശു രക്ഷിച്ചിരിക്കുക.
ആ രക്ഷകനെ ഏറ്റെടുത്ത ആൾക്കാർ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്, മുഴുകൽ സ്നാനമാണ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കണം. കർത്താവേ, ആ മിശ്രയും പൂർണ്ണമായിട്ട് വിടാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിപ്പാനാ. അത് അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ആത്മാഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. അതിനായിട്ട് കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഇന്ന് ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ചുമതലപ്പെട്ടവർ, ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾക്കും ദേശനിവാസികൾക്കും സമീപവാസികൾക്കും എല്ലാം നന്ദി ചൊല്ലുന്നു. പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വീണ്ടും വീണ്ടും നിങ്ങളോടെല്ലാം അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം.